ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് പോകുന്നത് എൻ്റെ വല്യമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. പണ്ട് സ്കൂൾ അടയ്ക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രാവശ്യം പോയി നിന്നിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ പോകുന്നത്. അപ്പോൾ അതേ മക്കളെയൊക്കെ കൂട്ടിയിട്ടാണ് യാത്ര, ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ പവിമോള് ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ കൂടെ ഇങ്ങനെയൊക്കെ പോരുന്നത്. അപ്പോൾ അതേ ഈ പുഴ കടന്നിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് അക്കരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ മോളവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാവരും കൂടെ പുഴയൊക്കെ കടന്ന് അങ്ങോട്ട് എത്തിയിട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് പുഴയിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മക്കൾ ഓടുമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കാല് പൊള്ളിയിട്ട് ലോട്ടാണ് കേട്ടത്. അപ്പോൾ അത് നല്ലൊരു ഓട്ടത്തിന് ശേഷം ഞങ്ങളോട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വല്യമ്മ, അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് എത്തിയപ്പോഴേക്കും അവർ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേക്കും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ മാങ്ങ കണ്ടിട്ട് ഏട്ടനെ കൂട്ടി പോയി തോട്ടിയെ കൊണ്ടുപോയി മാങ്ങയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാട്ടോ ഈ തെങ്ങിലെ ഒരു ഉടുമ്പിനെ കണ്ടത്. കുട്ടികളൊക്കെ അത് ആദ്യമായിട്ട് കാണുകയാണ്. അവരൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിറയെ ചെടികളുണ്ട് കേട്ടോ അവിടെ. അമ്മ കുറേ ചെടിക്കമ്പൊക്കെ പൊട്ടിച്ച് കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കഴിഞ്ഞിട്ട് ഞങ്ങൾ വല്യമ്മയുടെ മോളെ വീട് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതാ വല്യമ്മ വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഞങ്ങളെ കൂടെ ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടേക്ക് തിരിച്ചു വരവ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും വല്യമ്മയൊക്കെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. മക്കൾ അപ്പോഴേക്കും ടി വിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മോളുണ്ടായിരുന്നു, അവരുടെ കൂടെ കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചി പഴുത്ത മാങ്ങയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ചു. പിന്നെയും കുറച്ച് നേരം കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ തിരിച്ചു ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല അടിപൊളി ഐസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. മക്കളൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിനുള്ള ടൈം ആവുന്നേ കേട്ടോ. 4:30 ബസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പോഴേക്കും മക്കൾ പുറത്തു കൂടെയൊക്കെ പോയി ഓരോന്ന് കണ്ടുപിടിക്കാനൊക്കെ. അപ്പോൾ കൊക്കോക്കായൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴുത്തത് അതൊക്കെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ വല്യമ്മയും കൂട്ടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഓക്കെ, ബൈ.